BSF ട്രേഡ്സ്മാൻ തസ്തികയെക്കുറിച്ച് നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴത് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. മുൻപ് നമുക്കൊരു ഷോർട്ട് നോട്ടീസിലൂടെ ഒരു കൺഫർമേഷൻ ലഭിച്ചതാണ് ഉടനെ തന്നെ അതിൻ്റെ അപേക്ഷ തുടങ്ങുമെന്ന്. ആ ഒരു റിക്രൂട്ട്മെൻറ്റ് എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിലവിലിപ്പോൾ BSFൻ്റെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് നിലവിലുള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കറണ്ട് റിക്രൂട്ട്മെൻറ്റ് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ ഗ്രൂപ്പ് ബി പോസ്റ്റ് ഉണ്ട്. അത് നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തതാണ്. കോൺസ്റ്റബിൾ തസ്തിക ഉൾപ്പെടെയുള്ളതാണ്. പിന്നെ ഗ്രൂപ്പ് സി പോസ്റ്റ് ഉണ്ട്, ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്രൂപ്പ് സി പോസ്റ്റ് എയർ വിങ്ങിൻ്റെതുണ്ട്. ഈ 3 തസ്തികകളാണ് നിലവിൽ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ആക്റ്റീവായിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് 15 ഏപ്രിൽ 2024 ഇതിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. ഇപ്പോൾ നിലവിൽ അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള BSFൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണത്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എപ്പോഴാണ് നമ്മുടെ BSFൻ്റെ ട്രേഡ്സ്മാൻ തസ്തിക തുടങ്ങുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതിൻ്റെ സംശയം വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഇതാണ് BSFൻ്റെ ട്രേഡ്സ്മാൻ തസ്തികയുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് അവസാനമായിട്ട് ലഭിച്ചിട്ടുള്ള നോട്ടീസ് എന്ന് പറയാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ വീണ്ടും ഏത് വീഡിയോ ചെയ്താലും അതിൻ്റെ അടിയിൽ മിനിമം ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ 2 ഉദ്യോഗാർത്ഥി BSFൻ്റെ ട്രേഡ്സ്മാൻ തസ്തികയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. സോ എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. എല്ലാം നോക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള മറുപടി വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും എത്തിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ദി ഹോം അഫയേഴ്സ്, ഡയറക്ടർ ജനറൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഒരു നോട്ടീസാണ്. ഇവിടെ പറയുന്നുണ്ട് അഡ്വർടൈസ്മെന്റ് ഫോർ ദി റിക്രൂട്ട്മെന്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ ഇൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഫോർ ദി ഇയർ ഓഫ് 2024 2024 നമ്മുടെ ട്രേഡ്സ്മാൻ തസ്തികയുടെ ചെറിയൊരു നോട്ടീസാണ് ഇവിടെ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ഫ്രം എലിജിബിൾ ആൻഡ് ഇൻട്രസ്റ്റഡ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ളവരിൽ നിന്ന്. അപ്പോൾ 2140 ഒഴിവുകൾ മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 1723 ഒഴിവുകൾ പുരുഷന്മാർക്കായിരിക്കും. അതിൽ 417ഓളം ഒഴിവുകൾ വനിതകൾക്കായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പേ സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ വേക്കൻസി ഞാനിവിടെ പറഞ്ഞു സാധ്യതയുണ്ടെന്ന്. കാരണം വേക്കൻസി കൂടുവാനും കുറയാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതൊക്കെ BSF ആണ് തീരുമാനിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് ക്യാൻസൽ ചെയ്യാനും അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റിവെക്കാനും എല്ലാമുള്ള അധികാരം BSFനുണ്ട്. വിത്തൗട്ട് എനി റീസൺ അങ്ങനെയാണെങ്കിലും BSFന് ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ഇത് ഡിലേ ആയതെന്ന് ചുരുക്കി പറഞ്ഞു വരുന്നതാണ്. എനിവേ ഇതിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ട്രേഡ്സ്മാൻ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഓൺലൈനായിട്ടാണ്. ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷ സ്വീകരിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ 30 ദിവസം വരെ നിങ്ങൾക്ക് സൈറ്റിലൂടെ ഓൺലൈനായിട്ട്, ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ള സൈറ്റിലൂടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, ഈ ഒരു നോട്ടീസ് മുൻപ് നമുക്ക് ലഭിച്ചതായിരുന്നു. നമുക്ക് ലഭിച്ച ഇൻഫർമേഷൻ പ്രകാരം മാർച്ച് മാസത്തിലാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങേണ്ടത്. മാർച്ച് മാസം ഇതാണ്. ഈ മാസം അവസാനത്തോടു കൂടി തുടങ്ങേണ്ട അപേക്ഷയാണ്. ഇതുവരെ തുടങ്ങിയിട്ടില്ല. മേ ബി അടുത്ത എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ, അതായത് വരുന്ന വെള്ളിയാഴ്ച അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വെള്ളിയാഴ്ച, അടുത്ത മാസം തുടക്കത്തിലുള്ള ആഴ്ചയോ അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയോ അപേക്ഷ തുടങ്ങേണ്ടതാണ്. കാരണം ഓൾറെഡി ഇതിൻ്റെ അപേക്ഷ തുടങ്ങേണ്ട സമയം കഴിഞ്ഞു. നമുക്ക് SSCൻ്റെ ഒരു കാര്യം വെച്ച് ഇതിനെ ഡിസ്കസ് ചെയ്യാം. അതായത് SSCൻ്റെ ചില നോട്ടിഫിക്കേഷൻ വരാൻ ഒരുപാട് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. കാരണം പുതിയ സൈറ്റ് തുടങ്ങിയതും അതുപോലെ തന്നെ അതിലേക്ക് കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ കലണ്ടർ ഒന്നാകെ മാറിയിട്ട് പിന്നീട് കുറച്ച് കാലതാമസം പിടിച്ചിട്ടായിരുന്നു വരുന്നത്. അതുപോലെ ഡൽഹി പോലീസിൻ്റെ ഒരു MTS തസ്തിക, അത് ഈയിടെ നമുക്കൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. മെയ് മാസത്തിൽ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ 2023 തുടങ്ങേണ്ട വിജ്ഞാപനമായിരുന്നു. അപ്പോൾ പല നോട്ടിഫിക്കേഷനും കലണ്ടറിൽ പറഞ്ഞ ടെൻറ്റേറ്റീവ് കലണ്ടറാണ്, അത് വേറൊരു കാര്യമാണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റിൽ നിന്ന് ചെറിയൊരു വ്യതിചലനമൊക്കെ സംഭവിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത്. അതുപോലെ തന്നെ അതിനെ ജസ്റ്റ് ഒരു ഉദാഹരണമാക്കിയെന്നേ ഉള്ളൂ. BSFൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഈ മാസം തുടങ്ങുമെന്നാണ് നമുക്ക് നോൺ ഒഫീഷ്യലായിട്ട് ലഭിച്ചിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ അങ്ങനെ തുടങ്ങേണ്ടതായിരുന്നു. ഇതുവരെ തുടങ്ങിയിട്ടില്ല. എനിവേ അടുത്ത മാസം തുടക്കത്തിലുള്ള ആഴ്ചയോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ തുടങ്ങേണ്ടതാണ്. എന്തെങ്കിലും റീസൺ കൊണ്ട് ഇത് മാറ്റി വെക്കുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സോ നമുക്ക് ലഭിച്ചിട്ടുള്ള അവസാനത്തെ അപ്ഡേറ്റ് പ്രകാരം ഇതിൻ്റെ അപേക്ഷ തുടങ്ങുക തന്നെ ചെയ്യും. എന്തെങ്കിലും രീതിയിൽ മാറ്റി വെക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല. ഇപ്പോൾ SSCൻ്റെ തന്നെ ആൻസർ കീൻ്റെ കാര്യം, SSC GD കോൺസ്റ്റബിൾ ആൻസർ കീൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. അത് ഏകദേശം 5-6 ദിവസങ്ങൾ കൊണ്ട് പബ്ലിഷ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ 10 ദിവസം കൂടി പോയാൽ. ഇപ്പം തന്നെ ഒരുപാട് നാളുകളായി. കാരണം ഒരു ടെക്നിക്കൽ റീസൺ ഉണ്ടായതുകൊണ്ടാണ്. അതിൻ്റെ റീ എക്സാം നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ഒരു റീസൺ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ നോട്ടിഫിക്കേഷനും, അതായത് അതിനനുബന്ധിച്ച് വരുന്ന എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുക തന്നെ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും വന്നാലേ ഇത്
മാറ്റി വെക്കത്തുള്ളൂ. സോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് അറിയിക്കാം. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും ക്ഷണിക്കും. ക്യാൻസൽ ചെയ്ത് മാറ്റാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നോട്ടിഫിക്കേഷൻ എന്തായാലും വരേണ്ട സമയത്ത് വരും. നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ. ഇപ്പോൾ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. തീർച്ചയായിട്ടും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. വന്നാൽ ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും. ഈ ഒരു നോട്ടീസ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാമിൽ ഈ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫോട്ടോ ആയിട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്.